ദിലീപിന് ഇതിലൊരു പങ്കുണ്ടെന്ന്, അതിന്റെ വാസ്തവം എന്താണ്? അതിന്റെ വാസ്തവത എനിക്ക് വളരെ, കാരണം ദിലീപേട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എനിക്കൊന്ന് ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്കതിൽ പറയണത് മഞ്ജു ചേച്ചിനെയാണ്, എൻ്റെ വീട്ടുകാർക്ക്. ഒരിക്കലുമില്ല, കാരണം അവർക്കൊക്കെ അറിയുന്നതല്ലേ ദിലീപേട്ടനും ഞാനും മഞ്ജു ചേച്ചിയും. ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഭാവന പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ ധൈര്യത്തെയാണ് നമ്മളവിടെ പറയേണ്ടത്. കാരണം ഇങ്ങനൊരു സംസാരമുള്ള സമയത്ത് മലയാള സിനിമയിൽ ഒരേ സമയത്ത് നിറഞ്ഞു നിന്നിരുന്ന രണ്ടു നായികമാരാണ് മഞ്ജു വാര്യരും കാവ്യ മാധവനും. സിനിമകളിൽ സജീവമായിരുന്നപ്പോഴും പിന്നീട് വിട്ടുനിന്നപ്പോഴുമെല്ലാം ഒരേപോലെ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നു. എന്നാൽ ഇരുവരുടെയും വിവാഹശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ മലയാള സിനിമാ ലോകത്ത് ഇപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങൾക്കും സംഭവ വികാസങ്ങൾക്കും കാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പിന്നാലെയാണ് മലയാള സിനിമയിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത നടിക്കെതിരായ ആക്രമണവും സംഭവ വികാസങ്ങളും, പിന്നാലെ കേസും അറസ്റ്റും കോടതികളും കേസ് അട്ടിമറികളും ഹേമ കമ്മിറ്റിയുടെ കടന്നുവരവും. ഇതിനെല്ലാം കാരണം ഒരു കുടുംബ പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥ വസ്തുത മറച്ചുപിടിക്കാൻ ആർക്കും സാധിക്കില്ല. എന്തിനു പറയണം, വലിയ പ്രകമ്പനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിലേക്ക് പോലും നയിച്ചത് ദിലീപ്, കാവ്യ, മഞ്ജു കുടുംബ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിരുന്നു എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. സിനിമയിലേക്ക് കാലെടുത്തു വെച്ച മഞ്ജു വാര്യർ ചുരുങ്ങിയ സമയം കൊണ്ട് 20ഓളം മലയാള സിനിമകളിൽ ഒന്നിനൊന്നു മികച്ച വേഷങ്ങൾ ചെയ്തു. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും, കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജു വാര്യർ സ്വന്തമാക്കി. എന്നാൽ 1998 ഒക്ടോബർ 20 നടൻ ദിലീപിനെ വിവാഹം ചെയ്തതോടെ മഞ്ജു അഭിനയ രംഗത്തു നിന്നും പൂർണ്ണമായി വിട്ടുനിന്നു. സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം പക്ഷേ മഞ്ജുവിൻ്റെതായിരുന്നില്ലെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരം. ആദ്യ വിവാഹം വേർപിരിയുകയും പിന്നാലെ സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്ത കാവ്യയ്ക്ക് ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ സ്ഥാനമാണ് മലയാളി പിന്നീട് നൽകിയത്. സിനിമയിലേക്ക് തിരിച്ചെത്തിയ കാവ്യ അന്ന് നൽകിയ അഭിമുഖങ്ങളിൽ നടത്തിയ ഒളിച്ചുകളി ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. ആദ്യ വിവാഹം വേർപിരിയാനുണ്ടായ കാരണം ചോദിക്കുമ്പോഴുള്ള കാവ്യയുടെ മറുപടി നോക്കൂ. എല്ലാവരും ആരോപിച്ച ഒരു കാര്യമുണ്ട്, അതായത് ദിലീപിന് ഇതിലൊരു പങ്കുണ്ടെന്ന്. ദിലീപും കാവ്യയും തമ്മിലുള്ള സവിശേഷമായ ബന്ധത്തിന് ഒരു പങ്കുണ്ടെന്ന്. അതിന്റെ വാസ്തവം എന്താണ്? അതിൻ്റെ വാസ്തവത എനിക്ക് വളരെ, കാരണം ദിലീപേട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്. പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ. കാരണം ദിലീപേട്ടനെ പോലെ ഒരാളങ്ങനെ അതിലേക്ക്, കാരണം അദ്ദേഹം ഞാൻ വീണ്ടും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചി. എനിക്കൊന്ന് ചിലപ്പോൾ ദിലീപേട്ടനെക്കാളും എനിക്കതിൽ പറയണത് മഞ്ജു ചേച്ചിനെയായിരിക്കും. എൻ്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ്, സിനിമയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഒരാളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറയുമ്പോൾ, കാരണം ദിലീപേട്ടനും അറിയാം നന്നായിട്ട് എൻ്റെ സ്വപ്നം എന്താണെന്നുള്ളത് ഇവർക്കൊക്കെ അറിയണതാണ്. ദിലീപിനേക്കാളും തനിക്ക് ബന്ധം മഞ്ജുവിനോടായിരുന്നു എന്ന് പറഞ്ഞ് ദിലീപിന്റെ നിരപരാധിത്വം ബോധിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന കാവ്യയോടുള്ള അവതാരകന്റെ അടുത്ത ചോദ്യമെത്തി. ആദ്യ വിവാഹം കഴിഞ്ഞ് നിഷാൽ ചന്ദ്രയുടെ കൂടെ ജീവിക്കുമ്പോഴും ദിലീപുമായുള്ള അടുപ്പം തുടർന്നിരുന്നോ എന്നായിരുന്നു ചോദ്യം. ദിലീപ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു, ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ കാവ്യയുടെ വീട്ടുകാർക്കും മറ്റും ഉണ്ടായിരുന്നോ? എൻ്റെ വീട്ടുകാർക്കാണ് ഒരിക്കലുമില്ല, കാരണം അവർക്കൊക്കെ അറിയുന്നതല്ലേ ദിലീപേട്ടനും ഞാനും മഞ്ജു ചേച്ചിയും. ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഭാവന, സലീമേട്ടൻ, ദൃശ്യക്ക, അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പം ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ ചെയ്യുമോ നമ്മളങ്ങനെ? ചാറ്റിങ്ങും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അത്രയ്ക്ക് മണ്ടത്തരൊന്നും കാണിക്കില്ലല്ലോ. ആ ചോദ്യത്തിനും ഉണ്ടെന്നോ ഇല്ലെന്നോ കൃത്യമായി മറുപടി പറയാൻ കാവ്യ തയ്യാറായില്ല. പകരം മഞ്ജു, ഭാവന, നാദിർഷ ഇവരോടെല്ലാമുള്ള സൗഹൃദം മാത്രമാണ് ദിലീപിനോട് ഉണ്ടായിരുന്നതെന്ന് സ്ഥാപിക്കാനാണ് കാവ്യ ശ്രമിച്ചത്. എന്നാൽ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കാവ്യയെ കുരുക്കിലാക്കാൻ തന്നെയായിരുന്നു അവതാരകന്റെ ലക്ഷ്യം. അടുത്ത ചോദ്യം,
വിവാഹമോചനത്തിന് ശേഷം സിനിമയിലേക്കുള്ള മടങ്ങിവരവിനെ കുറിച്ചായിരുന്നു. ഒരുപക്ഷെ വിവാഹബന്ധത്തിന് ശേഷം ആദ്യം അഭിനയിച്ച സിനിമയും ദിലീപിന്റെ കൂടെയായിരുന്നു, പാപ്പിയപ്പച്ച, റിലീസായ ആദ്യ സിനിമ. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്ഷേപമുള്ള സാഹചര്യത്തിൽ അതിന് ആക്കം കൂട്ടുന്നതാണ് ഇതെന്ന് തോന്നിയോ? പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ ധൈര്യത്തെയാണ് നമ്മൾ അവിടെ പറയേണ്ടത്. കാരണം ഇങ്ങനൊരു സംസാരമുള്ള സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അയ്യോ എൻ്റെ കുടുംബം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ആളാണെങ്കിൽ ഒരിക്കലും അതിന് മുതിരില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. ഒടുവിൽ ഒരു സിനിമാ തിരക്കഥ പോലെയായി മാറി. മഞ്ജു വാര്യർ ദിലീപ് ബന്ധം തകരുകയും കാവ്യ ദിലീപ് വിവാഹം നടക്കുകയും ചെയ്തു. എന്നാൽ ദിലീപുമായുള്ള വിവാഹബന്ധം തകരുകയും 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ സിനിമയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. മലയാളി ആഗ്രഹിച്ച ഒരു തിരിച്ചുവരവായിരുന്നു അത്. തിരിച്ചുവന്ന മഞ്ജു വാര്യർ ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഏറെ തിരക്കുള്ള നടിയായി മാറിയിരിക്കുന്നു. മലയാളി ഇരുകൈയും നീട്ടി സ്വീകരിച്ച മഞ്ജു വാര്യർ പിന്നീട് സിനിമാ ലോകത്ത് ലയിച്ച് എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനു പിന്നാലെയാണ് മലയാള സിനിമയിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത നടിക്കെതിരായ ആക്രമണവും സംഭവ വികാസങ്ങളും, പിന്നാലെ കേസും അറസ്റ്റും കോടതികളും കേസ് അട്ടിമറികളും ഹേമ കമ്മിറ്റിയുടെ കടന്നുവരവും എല്ലാം സംഭവിക്കുന്നത്. ഇതെല്ലാം കേരളത്തിന്റെ സിനിമാ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇതിനെല്ലാം കാരണം ഒരു കുടുംബ പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥ വസ്തുത മറച്ചുപിടിക്കാൻ ആർക്കും സാധിക്കില്ല.